ശാസ്ത്രപരമായ ഏറെ പ്രത്യേകതയുള്ള പ്രദേശം, അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടുക്കിയാണ് ഈ ഏറ്റവും ഭൂവിസ്തൃതിയിൽ വലിയ മണ്ഡലങ്ങളിൽ ഒന്ന്. അതിനെ രണ്ടായി തിരിച്ചാൽ ലോ റേഞ്ചും ഹൈ റേഞ്ചും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നിരവധിയായ വിഷയങ്ങൾ, ഈ രാഷ്ട്രീയത്തിന് പുറത്തുള്ളവരുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ സഭയുടെ പ്രതികരണങ്ങൾ, സാമുദായിക നേതാക്കളുടെ പ്രതികരണങ്ങൾ ഒക്കെ വലിയ ചർച്ചാ വിഷയമായിട്ടുള്ള ഭൂപ്രദേശം കൂടിയാണ്. അത്തരം ചില വിഷയങ്ങൾ കൂടി ഇതിനോട് ഏറ്റവും ഒടുവിലും ചേർത്ത് വെക്കേണ്ടതായി വരുന്നുണ്ടോ സജിത്ത്? അതായത് ഈ അവസാന ദിവസങ്ങളിൽ പോലും എനിക്ക് തോന്നുന്നു അഭിലാഷ്, ഈ ഇടുക്കിയുടെ രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ഒരു 15 വർഷം മുമ്പ് ഏറ്റവും ശ്രദ്ധേയം ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സമരങ്ങളും നീക്കങ്ങളുമാണ്. അവിടെയാണ് PT തോമസിന് ഒരുപക്ഷെ ഇടുക്കി ജില്ല വിടേണ്ടി വന്നതും പിന്നീട് അദ്ദേഹം തൃക്കാക്കര മണ്ഡലത്തിലേക്ക് വരികയും ഒടുവിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അവസാനം വരെ അദ്ദേഹം അവിടെ തന്നെ തുടരുകയും നാട്ടിൽ നിന്ന് മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എനിക്കൊന്ന് ഓർമ്മയുണ്ട്, ഡീൻ കുര്യാക്കോസ് അദ്ദേഹം PT തോമസ് പോയതിനു ശേഷം അദ്ദേഹം സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ സഭാ നേതൃത്വം നേരിട്ടിറങ്ങി ഇവിടെ ഡീൻ കുര്യാക്കോസിന് സ്വീകരണമില്ല, വോട്ടില്ല എന്നും നേരിട്ട് പരസ്യമായി പറയുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ ഉദയം ചെയ്തതാണ് അന്ന് ജോയ്സ് ജോർജ് എന്ന ഒരു ജനപ്രതിനിധി. അങ്ങനെയാണ് സംരക്ഷണ സമിതിയിലൂടെ ഡാനി തന്നെ ഉണ്ടാവും. ഡാനി, ഈ ഇടുക്കിയുടെ രാഷ്ട്രീയത്തിൽ സുപ്രധാനമായ ചില നീക്കങ്ങൾക്കിടവെച്ചതാണല്ലോ ഈ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ രൂപീകരണവും ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ വിവാദങ്ങളുമൊക്കെ. ഇപ്പോൾ അത്തരമൊരു പശ്ചാത്തലമില്ല, പക്ഷേ ഈ ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന സമിതി നിലവിലുണ്ട്. അവരുടെ പൊതു നിലപാട് എന്താണ്? ജോയ്സ് ജോർജിന് പഴയ പിന്തുണ അവർ നൽകുന്നുണ്ടാവില്ല. ഈ ജോയ്സ് ജോർജും അദ്ദേഹത്തിൻ്റെ പഴയ താവളവുമൊക്കെ എത്ര കണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാവുന്നുണ്ട്? അത് ഇടതുപക്ഷത്തിന് നേട്ടമാക്കാൻ കഴിയുമോ? സജിത്ത്, ഇക്കാര്യത്തിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ അതിൻ്റെ ഒരു സംഭാവനയായിരുന്നു ജോയ്സ് ജോർജ്. യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം. കാരണം അതിലൂടെ തന്നെയായിരുന്നു അവരുടെ ഒരു ദൈവോപദേശകനായിരുന്നു. പിന്നീട് അവരുടെ സ്ഥാനാർത്ഥിയാവുന്ന രീതിയിലേക്ക് തന്നെ മാറുന്നു. സഭ എല്ലാം തന്നെ ഇതിനൊപ്പം തന്നെ നിൽക്കുന്നു. പിറ്റിക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു. പിറ്റിയുടെ ശവമഞ്ച ഘോഷയാത്ര അടക്കം ഇവിടെ നടക്കുന്ന ഒരു അവസ്ഥയിലേക്കെല്ലാം തന്നെ മാറുന്നു. അത്രമേൽ കടുത്ത വികാരം ആ സമയത്തെ ഉണ്ടായിരുന്നു. അവരുടെ വിഷയങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന കാര്യത്തിലെല്ലാം സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും ഇക്കുറി ജോയ്സ് ജോർജ് കഴിഞ്ഞ തവണ മത്സരിച്ചു, പക്ഷേ യാതൊരു രീതിയിലൊരു പിന്തുണ ഇല്ലായിരുന്നു ആ ഭൂരിപക്ഷത്തിൽ തന്നെ വ്യക്തമാണ്. ഇക്കുറി ജോയ്സ് ജോർജ് മത്സരിക്കുന്നത് പാർട്ടി ചിഹ്നത്തിലാണ് എന്നത് ശ്രദ്ധേയം തന്നെയാണ്. കാരണം ആ രീതിയിൽ കണ്ട ജോയ്സ് ജോർജിൻ്റെ ഒരു പാളയത്തിൽ അന്നുണ്ടായിരുന്ന തന്നെ ജയിപ്പിച്ചു വിട്ട ആ പാളയത്തിൽ നിന്ന് അദ്ദേഹം ഏതാണ്ടെല്ലാം തന്നെ പൂർണ്ണമായി തന്നെ മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ മാറിയിരിക്കുന്നു എന്നതടക്കം അത്തരമൊരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ കണ്ണുമടച്ച ആ രീതിയിലുള്ളൊരു പിന്തുണയിലേക്ക് പോക്കോ ഒന്നും തന്നെയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വോട്ടുകളുടെ സ്വത്വം അത് ആ രീതിയിലേക്ക് തന്നെ അവർ ആ കൂടുകളിലേക്ക് തന്നെ മടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ഏതാണ്ട് പൂർണ്ണമായും തന്നെയും അങ്ങനെ ഒരു ചെരിതിരിവിലേക്ക് അടക്കം എത്തിയിരിക്കുന്നു. അതെല്ലാം തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ജോയ്സ് ജോർജ് പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരികയും എല്ലാം തന്നെ ചെയ്യുന്നുമുണ്ട്. എന്തായാലും പൂർണ്ണമായ ഒരു പിന്തുണ ആ രീതിയിൽ അത്തരമൊരു സംവിധാനം തന്നെയും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ ആശയപരമായ അത്തരമൊരു കൂടിച്ചേരലുകളിലേക്ക് വന്നിട്ടില്ല. അവിടെ ജോയ്സ് ജോർജിന് അങ്ങനെ ഒരു നിരുപാധിക പിന്തുണ അല്ലെങ്കിൽ തങ്ങൾ ഇയാൾക്കൊപ്പം അല്ലെങ്കിൽ ഇന്ന സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന രീതിയിലേക്ക് എവിടെയും തന്നെ ഇല്ല. കഴിഞ്ഞ തവണയെ അതില്ലാതായിരിക്കുന്നു, ഇത്തവണ വരുമ്പോൾ അതൊട്ടും ഇല്ലാതായിരിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോഴും ബാക്കിയാവുന്ന ചോദ്യം ഇവരുടെ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടോ അല്ലെങ്കിൽ പുതിയ വിഷയങ്ങളിൽ കാട്ടാന ശല്യം അടക്കം ചേർക്കപ്പെട്ടു എന്നതാണ്. റൈറ്റ്. അതോടൊപ്പം നമ്മൾ ഇടയ്ക്ക് സൂചിപ്പിച്ച കാര്യമാണ് ഈ വ്യക്തി അധിക്ഷേപങ്ങൾ. അത് ഒരു പരിധിവരെ കൂടുതൽ നേരിട്ടത് ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് തന്നെയാണ് എന്ന് തോന്നുന്നു. ഇത്തരം ആക്ഷേപങ്ങൾ അതുകൊണ്ട് എന്താണ് പ്രയോജനം ഈ രാഷ്ട്രീയ എതിരാളികൾക്ക് എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അതിനൊക്കെ ആ സമയത്ത് ലഭിക്കുന്ന കയ്യടികൾക്കപ്പുറത്ത് പിന്നീട് അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുക എതിരാളികൾക്ക് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും